നമുക്ക് ആദർശിന്റെയും നയനയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ഇനി കഥ മുന്നോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു കഥയായിരുന്നു ഹനിയുടെ അവന്തികയുടെ വിവാഹം മുടങ്ങണം എന്നുള്ള. അപ്പൊ എങ്ങനെയെങ്കിലും അതൊന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അവന്തികയുടെ അഹങ്കാരം മാറി കിട്ടും. അത് മാത്രമല്ല, അനിയുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. നന്ദുവിനും അനിക്കോടും ഒന്നാവണമെങ്കിൽ അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം മുടങ്ങണം. അത് മുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു ആ കുടുംബത്തില്, നവ്യ. നവ്യക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? തന്റെ അനുജത്തിയും അനിയും തമ്മിൽ ഇഷ്ടമാന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിൽ തന്നെ ഒന്നാവണ്ടേ? അല്ലാതെ രാക്ഷസിയായ ഈ അവന്തികമായിട്ടല്ല ഒരു കാരണവശാലും അനിയുടെ വിവാഹം നടക്കണ്ടേന്ന് നവ്യ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന പണികളൊക്കെ കൊടുക്കാനായിട്ട് നവ്യ ഒരുങ്ങുവാണ്. ഇതേ സമയത്ത് അനന്തപുരിയിലെ എൻഗേജ്മെന്റിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. ഒത്തിരി ആൾക്കാരെ വിളിച്ചിട്ടൊന്നുമല്ല, കുടുംബത്തിലുള്ള ആൾക്കാർ മാത്രം മതി, കുടുംബാംഗങ്ങൾ മാത്രം മതി. പിന്നെ പുറത്തുനിന്നുള്ളതെന്ന് പറഞ്ഞാല് അത് നയനയുടെ വീട്ടുകാരാ. കനയും ഗോവിന്ദനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമാണ് അനിയുടെ വിവാഹം എന്നറിഞ്ഞു കഴിയുമ്പം. കാരണം വേറൊന്നുമല്ല, നന്ദു രക്ഷപ്പെട്ടല്ലോ. ഇനിയിപ്പം നന്ദുവിന്റെ പിന്നാലെ അവൻ പോവില്ല. ഇനി അനിയുടെ വിവാഹം നടന്നു കഴിയുവാണെങ്കിൽ നന്ദുവിനെ വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കാം എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ നന്ദുവിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കനയും ഗോവിന്ദനും കൂടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നന്ദു അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം നന്ദുവിനോട് കനക പറഞ്ഞു, മോളെ, അനിയുടെ വിവാഹ നിശ്ചയമാണ്, അവര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും നീ വരേണ്ട കാര്യമില്ല. നിന്നെ അവിടേക്ക് ഞാൻ കൊണ്ടു ചെല്ലത്തില്ല എന്ന് അവന്തേക്ക് വാക്കുകൊടുത്ത. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വരാനൊന്നും പോകുന്നില്ല, എനിക്ക് ലീവും ഇല്ല, എനിക്കന്ന് സ്റ്റേഷനിൽ പോവുകയും ചെയ്യണം, ഞാൻ വരുന്നില്ലമ്മേന്ന് പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, ഒരു കണക്കിന് അതാ നല്ലത്. കാരണം നീ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല മോളെ, അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് നീ വരണ്ടാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതെ, അച്ഛനും അമ്മയും പറഞ്ഞാലും ഇനി ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നന്ദു എന്ത് ചെയ്തു, അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിറ്റേ ദിവസം എൻഗേജ്മെന്റാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു നന്ദുവിനൊക്കെ. അതുപോലെ തന്നെയായിരുന്നു അനിയുടെ അവസ്ഥ. അനി രാത്രിയെ വിളിച്ചിട്ട് നന്ദുവിനോട് തന്റെ സങ്കടങ്ങൾ പറയാണ്. ദേ നന്ദു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻഗേജ്മെന്റ് അത് നടക്കില്ല. ഇനി എൻഗേജ്മെന്റ് എന്നെങ്ങാനും നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനി ഇല്ലെന്ന് തന്നെ കൂട്ടിയാൽ മതി. ആ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആകത്തുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നന്ദു ആശ്വസിപ്പിച്ചു, എടാ ഇപ്പൊ എൻഗേജ്മെന്റ് നടക്കട്ടെ, പിന്നത്തെ കാര്യം പിന്നെയല്ലേ. വേണ്ട നന്ദു, എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തേണ്ടി വരും. എടാ അതിന് സമയമുണ്ടല്ലോ, അനാമികയായിട്ടുള്ള ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടും, നിനക്കറിയാലോ. നന്ദുവിനും ആകെപ്പാടെ ബുദ്ധിമുട്ടാ. കാരണം ഇത് 2ാം തവണയാണ് തനിക്ക് അനിയെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. അനിക്കാണെങ്കിലോ നന്ദു അല്ലാതെ വേറൊരു പെണ്ണും തന്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഈ സമയം മുത്തശ്ശനോട് മുത്തശ്ശി പറഞ്ഞു, അതെ, എനിക്ക് ഒട്ടും സന്തോഷമില്ല. അവൻ ഈ എൻഗേജ്മെന്റിന് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവന്റെ പെരുമാറ്റം. ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതിയില്ലേ. മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല. എന്താണ് നമ്മൾ തീരുമാനിച്ച കാര്യം അത് അങ്ങനെ തന്നെ നടക്കണം. അവന്തേക്ക് ഒരു കുഴപ്പമില്ല, അവള് നല്ല കുട്ടിയാണ്, അറിയാലോ. നാഗേന്ദ്രന്റെ മോളാന്നൊരു തെറ്റു മാത്രം അവൾ ചെയ്തിട്ടുള്ളൂ. പഴയ സ്വഭാവമൊന്നുമല്ല അവളുടെ. പോരാത്തന് അനിയെക്കുറിച്ച് ഈ കുടുംബത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാള് ഈ കുടുംബത്തിൽ വരുന്നതല്ല നല്ലത്. അനാമിയെ പോലൊരു പെണ്ണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാലോ ഇനി. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇനി ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ കണ്ടെത്താനൊന്നും പറ്റില്ല വസുന്ധരെ. എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാണ്. പിന്നെ എൻഗേജ്മെന്റ് ഇപ്പം ചെറിയ തോതിൽ നടത്തി വെക്കാം. പിന്നെ കല്യാണം അത് അനാമികയായിട്ടുള്ള ഡിവോഴ്സ് നടന്നതിന് ശേഷം മതി. അല്ല അതിനവള് ഡിവോഴ്സ് തരുവോ പെട്ടെന്ന്? അതൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാന്ന് പറഞ്ഞു. ഈ സമയത്ത് നാഗേന്ദ്രനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അവന്തിക. കാരണം നാഗേന്ദ്രനെ പോയി കണ്ട അനുഗ്രഹം മേടിക്കണം. തന്റെ എൻഗേജ്മെന്റ് ആണ്, അച്ഛനോട് പോയി അനുഗ്രഹം മേടിക്കണം എന്ന് കരുതിയിട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ നാഗേന്ദ്രനോട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം നാഗേന്ദ്രൻ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മോളെ, കല്യാണം കഴിയുന്നോടം വരെ അവരുടെ കണ്ണി പൊടിയിട്ട് നിൽക്കണം. കാരണം ഒരു കാരണവശാലും ആർക്ക് സംശയം തോന്നരുത്. മോൾ ഇന്ന് വന്നു, പക്ഷെ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല, അറിയാലോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി കല്യാണം വരെ മുടങ്ങും. അതെനിക്ക് അറിയാച്ചാ. പക്ഷെ എനിക്ക് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഈ സമയം നാഗേന്ദ്രൻ പറഞ്ഞു, എനിക്ക് എത്രമാത്രം പ്രതീക്ഷയായിരുന്നറിയോ മോളുടെ എൻഗേജ്മെന്റ് കൂടണം എന്നുള്ള. എൻഗേജ്മെന്റ് കല്യാണത്തിനെല്ലാം മുൻപന്തിയിൽ നിന്ന് നടത്തണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. അത് കേട്ടതും
അവന്തിക പറഞ്ഞു, അതൊന്നും സാരമില്ല അച്ഛാ, എന്താണെങ്കിലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ വേണം അച്ഛനെ അയച്ചുതരാം. ഇനി വേണമെങ്കിൽ അഭിയേട്ടനോട് പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിച്ച് അച്ഛനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിന്റെ അമ്മയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിശ്ചയം വരെ ചിലപ്പോൾ മുടങ്ങിപ്പോവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാരമില്ല. മോളുടെ സന്തോഷം അതാണിപ്പോൾ എനിക്ക് വലുത്. അനിയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. മൂർത്തിനെ എൻ്റെ കാൽ ചൂട്ടി കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവന്തിക പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അനിയേട്ടൻ്റെ ഭാര്യ ആവുന്ന പോലും അതിന് വേണ്ടിയിട്ടല്ലേ അച്ഛാ, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അച്ഛനോട് അച്ഛനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അച്ഛനോട് പോയി അച്ഛൻ്റെ മോളുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടായിരുന്നു അവന്തിക വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ നവ്യയ്ക്കറിയാം അവന്തിക ചതിയാണ് ചെയ്യുന്നത്. കാരണം അവൾക്ക് ഈ പുറമെ കാണുന്ന ആ സ്വഭാവമല്ല, അവള് കള്ളത്തരവ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യയ്ക്ക് അറിയാമായിരുന്നല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും റെഡിയാവുകയാണ്. അപ്പം അവന്തികനെ റെഡിയാക്കുന്ന നയനയൊക്കെ ചേർന്നിട്ടാണ്, നയന നവ്യൊക്കെ ചേർന്നിട്ടാണ് റെഡിയാക്കുന്നതൊക്കെ. നവ്യ അത്ര താല്പര്യമില്ലാത്ത മട്ടിലേക്കാണ് നിൽക്കുന്നത്. അങ്ങനെയല്ലേ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സമയത്താണെങ്കിൽ അനിയാണെങ്കിൽ മുറിയിൽ വെറുതെ ഇരിക്കുമ്പോഴത്തേനും ആദർശം കൂടി ഇരുന്നു. എടാ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നീ റെഡിയാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ആദർശേട്ടാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ എൻഗേജ്മെന്റിന് സമ്മതമല്ല. വെറുതെ എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിക്കുന്നേ? ഒരിക്കലും എൻ്റെ ജീവിതം താർന്ന ഇനിയും നിങ്ങൾ എൻ്റെ ജീവിതം താർക്കാൻ വേണ്ടിയിട്ടാണോ? അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, എടാ, മുത്തശ്ശൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ നമുക്ക് പറ്റില്ല. നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നേ. പിന്നെ നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണോ? അത് കേട്ടപ്പോൾ പനിയൊന്നും മിണ്ടിയില്ല. എടാ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കളഞ്ഞേരെ. എന്താണെങ്കിലും അതൊന്നും ഇവിടെ ഇളയമ്മയാണെങ്കിലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കില്ല. പിന്നെ വെറുതെ എന്തിനാ നീ ഇങ്ങനെ കാത്തിരിക്കുന്നേ? അതല്ല ആദർശേട്ടാ, അവളുടെ സ്വഭാവം ശരിയല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി. എൻഗേജ്മെന്റ് ആണെന്ന് നീ പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ നോക്ക്. അവന്തിക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അനാമികയും വേണുവൊക്കെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അപ്പം നന്ദു രാവിലെ തന്നെ റെഡിയായി സ്റ്റേഷനിലേക്ക് പോയി. കനികയും ഗോവിന്ദനും ഒക്കെ അനന്തപുരിയിലേക്കും പോന്നു, കല്യാണം കൂടാനായിട്ട്, എൻഗേജ്മെന്റ് കൂടാനായിട്ട്. നന്ദുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ ചെന്നിട്ടും നന്ദുവിനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എസ് ഐ വന്നിട്ട് ചോദിച്ചു, എന്താ മാഡത്തിന് എന്ത് പറ്റി? വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ, വിഷമമുള്ളതെന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി നന്ദുവിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പം. അപ്പോഴാണ് അനാമികയുടെ ഒക്കെ വരവ്. അനാമികയും വേണുവും കൂടെ വന്ന് നന്ദുവിനെ കാണണം. നന്ദു ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമായിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കി. അതൊരു പരാതി തരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. പരാതി? എന്ത് പരാതി? അത് എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ എൻഗേജ്മെന്റ് ആന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇതുവരായിട്ടും ഡിവോഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നിയമപരമായിട്ട് അയാളുടെ ഭാര്യയാണ് ഇപ്പം ഞാൻ. പക്ഷെ അയാളുടെ എൻഗേജ്മെന്റ് രഹസ്യമായിട്ട് ഇന്ന് നടത്തുക. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു കംപ്ലൈന്റും കൊടുക്കുകയാണ്. നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഒരു നിമിഷം നന്ദു പകച്ചുപോയി. നന്ദു ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. നന്ദു പ്രതീക്ഷിച്ചിരുന്ന അല്ലല്ലോ. കാരണം പെട്ടെന്ന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദൈവം തൻ്റെ കൂടെയുണ്ട് എന്നൊരു ചിന്ത നന്ദുവിൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ സമയത്ത് വേണു പറഞ്ഞു, ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം വേണം. കാരണം ഇന്ന് ആ എൻഗേജ്മെന്റ് നടക്കാൻ പാടില്ല. ശരിക്കും അവർ ചതിയെ ചെയ്യുന്നത്. എൻ്റെ മോളുമായിട്ടുള്ള ഡിവോഴ്സ് പോലും നടക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു രഹസ്യ എൻഗേജ്മെന്റ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. കംപ്ലൈന്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ആ വിവാഹം ഒന്നും മുടക്കണേന്ന് ഓർത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. മാത്രമല്ല എനിക്കാണെങ്കിൽ ഇത് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും. അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നന്ദു അത് മറച്ചു വെച്ചു. ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് അനാമിയോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, എന്താണെങ്കിലും വേണ്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിന് ASIനെ വിളിച്ചിട്ട് നന്ദു പറഞ്ഞു, അതെ, അനന്തപുരി വരെ പോണമെന്ന് പറഞ്ഞു. എന്താ മാഡം കാര്യം ചുരുക്കത്തിൽ പറയണോ? ഓഹോ, അപ്പൊ അതായിരുന്നു മാഡത്തിന്റെ ഈ ടെൻഷന്റെ കാര്യം. അപ്പൊ അനിസാറിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. വെറുതെ അല്ല എന്നൊക്കെ ASI മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് എൻഗേജ്മെന്റിന് വേണ്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവന്തിക എല്ലാവരെയും കൂടെ റെഡിയായിക്കൊണ്ട് നയനെ അവരെല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ്. നയനയും ദേവയാനിയും എല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ്. എൻഗേജ്മെന്റ് റിംഗ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട്.
ഈ സമയത്താണ് അവിടേക്ക് വേണു അനാമികയൊക്കെ വരുന്നത്. ഈ ഈ ഈ കാര്യങ്ങളൊക്കെ അവർക്കൊട്ട് അറിയത്തുണ്ടായിരുന്നില്ല. ഈ പറയുന്ന മുത്തശ്ശനോ ആർക്കും അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് നടക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ. എൻഗേജ്മെന്റ് ആന്ന് അവരറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേങ്കിൽ അവർക്ക് അങ്ങനെ എതിർപ്പ് കാണാൻ വഴിയില്ല. എതിർപ്പുണ്ടെങ്കിലും എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. അധികം വൈകാതെ ഡിവോഴ്സ് നടക്കുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നെ അധികാരോടും പറയാൻ നടത്തുന്ന ഒരു എൻഗേജ്മെന്റും കൂടി ആയിരുന്നല്ലോ. എന്താണെങ്കിലും മനസ്സോടെ ആണെങ്കിലും അനി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻഗേജ്മെന്റ് നടത്താണ്ട് തുടങ്ങുമ്പോഴത്തേനുമാണ് അനാമികയും വേണും കൂടെ വന്നിട്ട് ഇത് നടക്കാൻ പാടില്ലെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നേ. ഒരു നിമിഷം എല്ലാവരും പതറിപ്പോയി. ജലജയുടെ ഒക്കെ മുഖം വിളറി വെളുത്തു. അതുപോലെ തന്നെ അവന്തികയുടെ. പെട്ടെന്ന് മൂർത്തി വെച്ച് എന്താണ് നീ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, എൻ്റെ മോളുടെ ഭർത്താവാ ഈ നിൽക്കുന്ന അനി. എന്നിട്ടാണോ മൂർത്തി സാറേ ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് വീണ്ടും ഒരു എൻഗേജ്മെന്റ് നടത്തുന്നതെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മൂർത്തി പറഞ്ഞു ഞങ്ങൾ ഇവിടെ ആരോടും ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മൂർത്തി സാറിന് നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. നിയമപരമായിട്ടൊരു ഭാര്യയുള്ള സമയത്താണോ ഈ എൻഗേജ്മെന്റ് നടത്തുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ വന്നിട്ട് വേണൊരു കർണത്തടിക്കുകയാണ്. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു, ഇറങ്ങി പോടാന്നും പറഞ്ഞുകൊണ്ട്. ആ സമയം ജലജയ്ക്ക് ടെൻഷനായി. ജലജ പറഞ്ഞു അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ മോതിരം കൈമാറ്റം നടത്തണം, ഇനി അമാന്തിച്ചു കൂടാന്ന് പറഞ്ഞു. ജലജയ്ക്ക് ടെൻഷനായി. എങ്ങാനും പ്രശ്നം ആയാലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷം. രക്ഷപ്പെട്ടു. അനാമികയുടെ ആദ്യമായിട്ട് എനിക്കൊരു ബഹുമാന സ്നേഹമൊക്കെ തോന്നി. ഇവള് വന്നില്ലായിരുന്നെങ്കിൽ എന്താവും എന്നൊരു ചിന്ത. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോണം. നിന്നെ ഒന്നും ഇവിടെ കണ്ടുപോയേക്കല്ല. നിന്റെ മോള് കാരണം എൻ്റെ കൊച്ചുമോൻ്റെ ജീവിതം തകർന്നു പോയത്. എന്നിട്ട് വീണ്ടും വന്ന് ഈ മുറ്റത്ത് കിടന്ന് കുരയ്ക്കുന്നോ. നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്നൊക്കെ പറയണം. അങ്ങനെ അങ്ങോട്ട് പേടിപ്പിച്ച് വിടാൻ വരട്ടെ സാറേ, ഇവിടെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. എങ്കിൽ വിളിക്കടാ നീ നിന്റെ പോലീസിനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പോലീസ് ചീഫ് വന്ന് നിന്നു. അതിനകത്ത് നിന്ന് നന്ദു ഇറങ്ങി. നന്ദു അങ്ങോട്ട് കയറി വരുവാണ്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തേക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി. എനിക്ക് സന്തോഷമായി. എനിക്ക് മനസ്സിലായി ഇത് മുടങ്ങുമെന്നുള്ള കാര്യം. ഇങ്ങനെ നന്ദു വന്നിട്ട് പറഞ്ഞു അതെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അനാമിക എന്ന കംപ്ലൈൻറ്റ്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ ഒരു എൻഗേജ്മെൻറ്റ് നടക്കുന്നുണ്ട്, അതറിഞ്ഞിട്ട് തന്നെയാണ് വന്നേ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് നന്ദുവിനെ നോക്കുകയാണ്. നന്ദു മുത്തശ്ശൻ്റെ അടുത്തിട്ട് കാര്യം പറയുവാണ്. ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ആ സത്യമൊന്നും മനസ്സിലായി. ഈ എൻഗേജ്മെൻറ്റ് നടക്കാൻ പാടില്ല, ഇവർ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളതുകൊണ്ട് ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ കിടന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നുവാണ്. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അനി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്തികയുടെ മുഖം മാറി. അതുപോലെ തന്നെ അബിയുടെയൊക്കെ. ജലജയ്ക്ക് കർണത്തടിയേറ്റ പോലെ നിൽക്കുകയാണ്. ഈ സമയത്ത് നവ്യയ്ക്കുള്ളിൽ സന്തോഷമാണ്. അവിടെ കിടന്നൊന്ന് തുള്ളിച്ചാടാനും നവ്യയ്ക്കും തോന്നി. തൻ്റെ മെസ്സേജ് ഏറ്റിരിക്കുന്നു, അതുകൊണ്ടുള്ള കൃത്യസമയത്ത് തന്നെ അനാമികയും വേണുവും ഒക്കെ വന്നതുപോലും. അങ്ങനെ എന്താണെങ്കിലും എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുടങ്ങുവാണ്. അങ്ങനെ അവന്തികയുടെ അതുപോലെ തന്നെ നാഗേന്ദ്രൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിയുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.